നമസ്കാരം പ്രിയമുള്ളവരെ, മൂവാറ്റുപുഴയിലെ SIയുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് CPM ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ കഥയാണ്. ഞാൻ എന്തോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവിടെ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി എന്ന നിലയിലാണ് അവരുടെ പ്രചരണം. അന്നത്തെ ദിവസം നടന്ന വളരെ ലളിതവും ഹ്രസ്വവുമായ ഒരു നടപടിക്രമം അതെന്തായിരുന്നുവെന്ന് ഇനി നിങ്ങളെല്ലാവരും പൂർണ്ണമായും ഒന്ന് കാണുക. ഏറെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഏറെ കാലമായി നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിച്ചിരുന്ന മൂവാറ്റുപുഴയിലെ നഗര റോഡിന്റെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച് നമ്മൾ PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഫസ്റ്റ് ലെയർ ടാറിംഗ് പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ ഇന്ന് ആദ്യമായി നഗരത്തിലെ 4 വരിയിലൂടെയും ഗതാഗതം അനുവദിക്കുന്ന ഒരു സമയവും ദിവസവുമാണ്. ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതിനുവേണ്ടി വലിയ രീതിയിൽ കഷ്ടപ്പെട്ട ഒരുപാട് പേര് ഉണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് KRFBയിലെ ഉദ്യോഗസ്ഥർ, അവരാണ് ഈ വർക്ക് SPV എന്ന നിലയിൽ മുമ്പോട്ട് നയിച്ചത്. കോൺട്രാക്ടറും മറ്റെല്ലാ സാഹചര്യങ്ങളും എല്ലാം സഹകരിച്ച് എല്ലാവരെയും ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ നഗരത്തിന്റെ വലിയൊരു സ്വപ്നം ഇന്ന് ഇതൊരു താൽക്കാലിക അറേഞ്ച്മെന്റ് ആണ് എന്നതുകൊണ്ട് ബഹുമാനായ ട്രാഫിക് ഈ കഴിഞ്ഞ 5-6 മാസക്കാലം ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കിന്റെ പേരില്, ട്രാഫിക്കിന്റെ പ്രയാസത്തിന്റെ പേരില് അതിന്റെ യാതന അനുഭവിച്ചതും അതിന്റെ വഴക്കും വിമർശനവും ഒക്കെ കേട്ടതും ട്രാഫിക് പോലീസുകാരടക്കമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ഗതാഗതം സൗകര്യം ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ട്രാഫിക് SI ആണ്. അദ്ദേഹം ഇവിടെ ഈ പുതിയ ടാറിംഗ് നടത്തിയ പാതയിലൂടെയുള്ള ആദ്യ ഗതാഗതം അദ്ദേഹം ഇന്നിവിടെ തുറന്നു കൊടുക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ അവിടെ സംഭവിച്ചത്. ഇതിലെവിടെയെങ്കിലും ഒരു റോഡ് ഉദ്ഘാടനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല, ആ നിലയ്ക്കുള്ള ഏതെങ്കിലും ഒരു പരിശ്രമം നടത്തിയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഒരു വരി മാത്രമായി 5 മാസമായി ശ്വാസം മുട്ടി നിരുന്ന നഗരത്തിൽ ആ രണ്ടാമത്തെ വരി കൂടി തുറന്നു കൊടുക്കുമ്പോൾ ട്രാഫിക്കിനുണ്ടാകുന്ന ഒരു ഈസ് അല്ലെങ്കിൽ ഗതാഗതത്തിനുണ്ടാകുന്ന ഒരു സൗകര്യം അത് മാത്രം ഒന്ന് പരാമർശിച്ചു. അത് ചെയ്യാൻ യോഗ്യതയുള്ളതും അധികാരമുള്ളതും മാൻഡേറ്റ് ഉള്ളതും ട്രാഫിക് SIക്കാണ്. താൽക്കാലികമായ നടപടി അദ്ദേഹം ചെയ്യുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് ചെയ്തതിനാണ് ഞാൻ SIയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു എന്ന നിലയിലുള്ള വാർത്ത വരുന്നത്. ഇനി അതെല്ലാം മാറ്റിവെക്കും. ഇതെല്ലാം മാത്യു കുഴൽനാടന്റെ തിരക്കഥയാണെന്നാണല്ലോ പറയുന്നത്. ഇനി നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഇത് CPM ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ അയച്ച പരാതിയുടെ കോപ്പിയാണ്. ഇതിന്റെ വെളിച്ചത്തിലും ഇതിന്റെ അടിസ്ഥാനത്തിലുമാണ് SIക്ക് സസ്പെൻഷൻ ലഭിച്ചത്.